ഒരു 3 കൊല്ലം മുമ്പ് കർണാടകത്തിലെ കുറേ കോളേജുകൾ അടച്ചുപൂട്ടി, നഴ്സിംഗ് കോളേജുകൾ. എന്താ കാര്യം? ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അക്രഡിഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പോയ കുഞ്ഞുങ്ങളൊക്കെ ചില ആൾക്കാർ പഠനം നടത്തി, ചിലർ ഉടമ്പടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഉടമ്പടി ചെയ്തൊരു കൗൺസിലിങ്ങിന് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മെസ്സേജ്, കർത്താവ് ഇത് എന്നേക്കുമായിട്ട് പൂട്ടിയിടുകയാണോ, അതാ ഇതിന് നിയമങ്ങൾ ഭേദഗതി വരുമോ, ഈ കുഞ്ഞുങ്ങൾ 4 ലക്ഷം രൂപയൊക്കെ പഠിക്കാൻ പോയ കുഞ്ഞുങ്ങൾ തിരിച്ചു പോരേണ്ടി വരുമോ, അവരിനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ സാധനം തിരിച്ചു തരുമെന്ന്, അതെല്ലാം തുറന്നു വരും മക്കളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഒരു കുഴപ്പമില്ല, നീ പോകുന്ന കോളേജ് പഠിത്തം ഉണ്ടെങ്കിൽ പഠിക്കുക, നീ സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊന്നും തീരുമാനിക്കേണ്ട കാര്യമില്ല. സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കാലത്താവുമ്പോൾ കർത്താവ് നിയമം മാറ്റിയിട്ട് നിനക്ക് സർട്ടിഫിക്കറ്റ് തന്നോളും. അന്ന് ഞാൻ അവരോട് പറഞ്ഞായിരുന്നു, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് സെൻട്രൽ ഗവൺമെൻറ് അല്ലല്ലോ, സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലേ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ മനസ്സിൽ അന്ന് തന്ന ഒരു സൂചനയാണ്. ഞാൻ പറഞ്ഞു, ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനിക്കുന്ന ഒരു സമയം വരും. ഇപ്പോൾ എന്താ, നഴ്സിംഗ് സ്റ്റുഡൻസ് എല്ലാം സുപ്രീം കോടതിയിൽ പോയി, അവർക്ക് സുപ്രീം കോടതി വിധി ഉണ്ടായി. എന്താ വിധി ഉണ്ടായിരിക്കണത്? അതാത് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല തീരുമാനിക്കേണ്ടത്, യൂണിവേഴ്സിറ്റിയുടെ കോളേജിൻ്റെ നഴ്സിംഗ് കോളേജിൻ്റെ അക്രഡിഷൻ തീരുമാനിക്കേണ്ടത് ആരാണ്? അതാത് സംസ്ഥാന സർക്കാരാണെന്ന്. അപ്പം കർണാടക തീരുമാനിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ എന്താ, നമ്മൾ ദൈവത്തോട് ചോദിക്കാതിരുന്ന ആൾക്കാർ അന്ന് പഠനം നടത്തി പോകുന്ന ആൾക്കാരാണ്, കാശും പോയി അവരുടെ. നമ്മൾ ദൈവത്തിൻ്റെ തിരുസേനയിൽ നിൽക്കുമ്പോൾ എന്താണ്, ഞാൻ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. 32-ാം സങ്കീർത്തനത്തിൽ 8-ാമത്തെ വചനം. നമ്മൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപദേശമാ. കൗൺസിലിങ്ങിന് മലയാളം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഉപദേശം എന്നതിൻ്റെ അർത്ഥം. ആരാ ഉപദേശിക്കേണ്ടത്? കർത്താവ് ഉപദേശിക്കണം. കർത്താവ് ഉപദേശിക്കണം. കർത്താവ് എങ്ങനെ ഉപദേശിക്കണത്? ഞാൻ നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് 32:8 സങ്കീർത്തനത്തിലെ. നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് മാറുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവ് നമ്മളെ ഉപദേശിച്ചിരിക്കാം. പലപ്പോഴും നമുക്ക് അബദ്ധങ്ങൾ പറ്റണ എന്താണെന്ന് അറിയാമോ? കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ഷെയ്ക്കായി മാറും. അബദ്ധങ്ങൾ പറ്റണ അങ്ങനെ തന്നെയല്ല. ചില പറയും, അതായത് ഓരോരുത്തൻ്റെ വ്യക്തി താല്പര്യത്താൽ അവൻ കുടുക്കിലാകുമ്പോഴാണ് അവൻ വഞ്ചിക്കപ്പെടുന്നത്. ശ്രദ്ധിക്കട്ടെ മക്കൾ, അങ്ങനെ വചനമുണ്ട്. ശ്രുതിയുടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് ഒന്നേര് പറഞ്ഞേ, സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. യാക്കോബിന്റെ ലേഖനമാണ് 1:14. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹ നിമിത്തമാണ്. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മളുടെ ആഗ്രഹമാണോ ദുർമോഹമാണോ എന്ന് ചോദിച്ചാൽ അത് എങ്ങനെ അറിയാൻ പറ്റും? അതിനാണ് ഈ കൗൺസിലിംഗ് ഒക്കെ വെച്ചിരിക്കുന്നത്. കാര്യം ആരെങ്കിലും അടിച്ചേൽപ്പിച്ചിട്ടുള്ള കാര്യം ഉണ്ടാകുമോ? ആരെങ്കിലും അടിച്ചേൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. കാര്യം അവർക്കത് ശരിയാകും, നമ്മൾക്ക് ശരിയാകുമോ ഇല്ലയെന്ന് അറിയില്ല. അവിടെയാണ് എൻ്റെ ചില കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്യിക്കുന്ന ചില കാര്യങ്ങളില്ലേ, നിങ്ങൾ കുടുക്കിലായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. ചില കുടുക്കിലായ വിഷയങ്ങൾ അമ്മ ഈ വിഷയം ഏറ്റെടുക്കണം കൊണ്ടാണ് നിങ്ങൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങൾ പണി കിട്ടിയിരുന്നേക്ക്. അപ്പം എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ എൻ്റെ ബുദ്ധിക്ക് എൻ്റെ ആലോചനയ്ക്ക് സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കണം. എന്താണെന്നറിയാമോ? മറ്റ് ഫോറിൻ മാറ്റേഴ്സ് ആവശ്യമില്ലാത്ത ആൾക്കാരുടെ ചില ആൾക്കാർ നമുക്ക് മലേഷ്യയിൽ പോകാം, നമുക്ക് ആസ്ട്രേലിയയിൽ പോകാം ഒക്കെ പറഞ്ഞ് ഉടനെ വീടും കിട്ടിയ ഒരു ഏജൻറ്റിനെ പുറത്ത് ഏജൻറ്റുമായിട്ട് കണ്ടുമുട്ടി. ഇത് ആര് കയ്യിൽ നിന്ന് കാശ് പോയി 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ കാശ് കൊടുക്കാൻ ആരാ പറഞ്ഞത്? അവൻ തന്നെയല്ലേ പറഞ്ഞു. ഈ ആളെ കൊണ്ടുവന്ന ആരാ? ഇപ്പോഴാണ് തിരക്കണ ഓരോ കാര്യങ്ങൾ. അപ്പം തിരക്കില്ല, അപ്പം ബോധമില്ലായിരുന്നു, കുടുക്കിലായിപ്പോയി.
ഓരോരുത്തരുടെ അപ്പം നമ്മളെപ്പോഴും നോക്കണം, അതായത് നിങ്ങളുടെ ചിന്തകളെയും ഹൃദയത്തെയും കർത്താവായ യേശുക്രിസ്തുവിൽ സംരക്ഷിക്കുമെന്നൊരു വചനമില്ലേ? ഫിലിപ്പിയർ 2:7 ഫിലിപ്പിയർ 2:7 എന്താണ്? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ എന്ന് പറഞ്ഞേ, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കുവിൻ, അപ്പോൾ നിങ്ങളുടെ ധാരണകളെ അതിൽ ലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും ചിന്തകളെയും കർത്താവായ യേശുക്രിസ്തുവിനെ സംരക്ഷിക്കും. ഇപ്പൊ 2 കാര്യത്തിന് സംരക്ഷണം വേണം. എന്തൊക്കെ വേണം? ഒന്ന് ചിന്തയ്ക്ക്, രണ്ടാമത്തത് ഹൃദയത്തിന്. 2 ഫാക്കൽറ്റിയാ. ചിന്ത കൊണ്ട് തിയറി ഉണ്ടാക്കും, ഹൃദയം കൊണ്ട് പ്രാക്ടിക്കൽ ഉണ്ടാക്കും. തിയറിയും പ്രാക്ടിക്കലും ചെയ്യണത് ആരാ? ചിന്ത മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യത്തില്ല, ആശയപരമായിട്ട് നിൽക്കും. ആശയം പ്രയോഗത്തിൽ വരുന്നത് ഇച്ഛാശക്തിയാണ്. അപ്പോൾ ദൈവം എന്താ പറയണത്? ഇച്ഛാശക്തിയുടെ മേൽ സംരക്ഷണം ഉണ്ടാകണം, അതുപോലെ തന്നെ ആശയത്തിൻ്റെ മേലും ഇൻ്റലക്ച്വൽ ഫാക്കൽറ്റിയുടെ മേൽ പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയും. അതുകൊണ്ട് എന്ത് ചെയ്യണം? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. പിന്നെന്ത് ചെയ്യണം? ഇടതടവില്ലാതെ. അതാണ് പറയുന്നത്, എൻ്റെ മുമ്പാകെ നടന്ന് കുറ്റമറ്റവനായിരിക്കുക എന്ന് പറയണതും ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക എന്ന് പറയണതും ഒരേ മനസ്സാണ്. അതുകൊണ്ടാണ് നിരന്തരം പ്രാർത്ഥിക്കാൻ ഈശോയും പറയും 18:1 ലൂക്കായുടെ സുവിശേഷത്തിലെ, നിരന്തരം പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ വചനം പാലിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്ത് പറ്റും? ആർക്കും നമ്മളെ മാർഗഭ്രംശം ചെയ്യാൻ പറ്റത്തില്ല, ആരും വേണം നമ്മളെ വഴിതെറ്റിക്കത്തില്ല. ഓരോരോ കാലത്ത് പോയി നമ്മൾ ചാടിയതല്ലേ. ആശുപത്രിക്ക് പോലും പോണത് എന്താ? ഇപ്പം സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തപ്പോഴല്ലേ കാര്യങ്ങൾ മാറിയത്. ആദ്യം പറഞ്ഞ കേട്ടതാണെങ്കിൽ നമ്മൾ പോയിരുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് തന്നെ ഇരുന്നേനാ. പിന്നെ എന്ത് പറ്റും? ബ്ലഡ് എല്ലാം ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണമെങ്കിൽ 1.25 ലക്ഷം രൂപ വേണം. അപ്പം ഇങ്ങനെ വരുമ്പോൾ വഴിതെറ്റിക്കപ്പെടാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെ ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ നമ്മളെ നിർത്തും. രണ്ടാമത് എന്താണ്? നമ്മുടെ ചിന്തകളെ പ്രൊട്ടക്റ്റ് ചെയ്യും, നമ്മുടെ വികാരങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യും, എന്നിട്ട് നമ്മളെ നിലനിർത്തി തരും. ശ്രുതിയുടെ ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. നിന്തിരു രക്തത്താൽ കഴുകണമേ ഈശോ, നിന്തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിന്തിരു രക്തത്താൽ കഴുകണമേ ഈശോ, നിന്തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സെബിൻ, ഞാൻ വാഴവര സെൻറ്റ് മേരീസ് ഇടവാംഗമാണ്. ഇതെൻ്റെ ഭാര്യ നയന. ഞാൻ ഉടമ്പടി എടുത്തത് 2018 ജൂൺ മാസത്തിലാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ വൈഫ് കുവൈറ്റിലായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്. അപ്പോൾ എനിക്ക് വിസയിലും ജോലി ലഭിക്കാനൊക്കെ വളരെ തടസ്സങ്ങൾ നേരിട്ടു. ആ സമയത്ത് എനിക്കൊരു സ്വപ്നം ഉണ്ടാവുകയാണ്. അതായത് ഒരു മാലാഖയെ പോലെ ഒരാൾ വന്ന്, ഞാൻ ഇങ്ങനെ ദർശനം കാണുകയാണ്, എൻ്റെ മുന്നിലിങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം പെട്ടെന്ന് അവിടെ ഒരു തോട് പോലെ എൻ്റെ പറമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ തോട് പോലെ ഒരു സ്ഥലമുണ്ട്, അതിങ്ങനെ വറ്റി വരണ്ട് കിടക്കുകയാണ്. അപ്പോൾ ആ മാലാഖ പതുക്കെ അതിൽ കൈയിട്ടിട്ട് ആ ഒരു മണ്ണിങ്ങനെ നീക്കുമ്പോഴത്തേനും വെള്ളം ഒഴുകുകയാണ് അതിലൂടെ. എന്നിട്ട് എന്നോട് പറയുകയാണ്,
പരിശുദ്ധ അമ്മയ്ക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, നീ 500 ജപമാല ചൊല്ലണം. ഇതാണ് ആ ദർശനം. ഞാൻ രാവിലെ ഒരു 5:30 മണിയൊക്കെ ആകുമ്പോഴാണ് ഇത് കാണുന്നത്. ഇത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു ദർശനമാണിത്. അതുപോലെ തന്നെ ഞാനിത് വിശ്വസിച്ചു. ഞാൻ 500 ജപമാല ഒരു ദിവസം 8ഉം 10ഉം ജപമാല വെച്ച് 500 ജപമാല തയ്ച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ ഞാൻ എറണാകുളത്താണ് അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എറണാകുളത്ത് ഒരു പള്ളിയിൽ വെച്ച് എനിക്ക് ഇവിടുത്തെ അന്ന് 2018 കൃപാസനം. അന്ന് പലർക്കും അത്രയും അറിയത്തില്ല. അപ്പോൾ എനിക്ക് പള്ളിയുടെ മുന്നിലിരുന്ന് പത്രം കിട്ടുകയാണ് കൃപാസനം. അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്, ഉടമ്പടി ഉടനടി പരിഹാരം. അപ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു. ഞാനതെടുത്തു. ഞാൻ അതിലെ കാര്യങ്ങൾ വായിച്ചു, സ്ഥലം മനസ്സിലാക്കി. ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നു. ആദ്യം ഉടമ്പടിയില്ല, ഞാൻ അന്ന് തപസ് ധ്യാനമാണ്. ആദ്യം തപസ് ധ്യാനമൊക്കെ കൂടി അച്ഛൻ്റെ ബ്ലെസ്സിങ്ങൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ തടസ്സങ്ങളെല്ലാം മാറുകയാണ്. എല്ലാം മാറി എൻ്റെ പഴയ ഒരു ജീവിത രീതിയിൽ നിന്ന് ഒരു യൂ ടേണാണ് പിന്നെ നടക്കുന്നത്. വിശുദ്ധിയുള്ള ജീവിതം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, ബൈബിൾ വായന, ഇതെല്ലാം കുമ്പസാരം, ഇതെല്ലാം ഞാൻ അറിയാതെ തന്നെ സംഭവിക്കുകയാണ്. വലിയൊരു മാറ്റം. അത് കഴിഞ്ഞ് എനിക്ക് ജോലിയായി, ഞാൻ കുവൈറ്റിലായി. ഞാനിത് ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കും, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ, അതുപോലെ ഉടമ്പടി ഉപ്പ്, തൈലം, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പോന്നു. അങ്ങനെ 2022 ഞാനിവിടെ വന്നപ്പോൾ ഉടമ്പടി പുതുക്കി വീണ്ടും ഞാൻ പോയി. അന്ന് 10 വർഷമായിട്ട് എനിക്ക് ടോൺസിലൈറ്റീസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു. സ്വെല്ലിങ് വന്ന് ഭയങ്കര ഇൻഫെക്ഷനായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയമായിരുന്നത്. അത് 10 വർഷമായിട്ട് എനിക്കുണ്ടായിരുന്നു. തണുത്തൊന്നും കഴിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ കുവൈറ്റിൽ അവിടെ ഒരു ഡോക്ടറെ കണ്ട് സർജറിക്ക് ഡേറ്റ് എടുത്തു. സർജറി ചെയ്യാമെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ടുള്ള ചൊവ്വാഴ്ചയിൽ ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അച്ഛനിങ്ങനെ വിളിച്ചു പറയുന്നു, രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പറയുകയാണ്, ടോൺസിലൈറ്റീസ് ഉള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു തണുപ്പും ഒരു പ്രത്യേക ഒരു അഭിഷേകം ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിച്ചു അത് എനിക്കായിരിക്കും ആ രോഗസൗഖ്യമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. 3 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. ഡോക്ടറെ പോയി ഞങ്ങൾ കണ്ടു. ഡോക്ടർ പറഞ്ഞു സർജറി ഒന്നും വേണ്ട, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2023 അവസാനം ഞങ്ങൾ കുവൈറ്റിൽ വൈഫിന് OIT പാസ്സായി. ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് പോന്നു. ന്യൂസിലാൻഡ് പോകാൻ വേണ്ടിയുള്ള പേപ്പർ വർക്കൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് എനിക്കവിടെ രജിസ്ട്രേഷന് വേണ്ടി PTE എന്ന് പറഞ്ഞ ഒരു എക്സാം പാസ്സാണ്. അപ്പോൾ ജനുവരിയിൽ ഇതുപോലെ തന്നെ ഞാൻ PTEക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വീണ്ടും ഒരു ദർശനം ഉണ്ടാവുകയാണ്. അത് മാതാവാണ്. മാതാവിൻ്റെ ഒരു രൂപം എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ആ രൂപം എന്നോട് സംസാരിക്കുകയാണ്, ഈശോ എല്ലാം ക്രമീകരിക്കും. അത് മാത്രമേ പറയുന്നുള്ളൂ, ഈശോ എല്ലാം ക്രമീകരിക്കും. ഞാൻ പിന്നെ ഒരു മാസം കോഴ്സിന് പോയി. ഞാൻ ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്തു. അപ്പോൾ വളരെ കുറഞ്ഞ മാർക്കിൽ എനിക്ക് പാസ്സാൻ പറ്റിയില്ല. 1-2 മാർക്ക് വ്യത്യാസത്തിൽ ഇങ്ങനെ ഫെയിലായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നീട് എഴുതി, അടുപ്പിച്ചടുപ്പിച്ച് 3-4 പ്രാവശ്യമൊക്കെ എഴുതി, കിട്ടുന്നില്ല. ഇതുപോലെ തന്നെ 65 എല്ലാത്തിനും വേണം മൊഡ്യൂൾ. എനിക്ക് 64, 63 ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് മുകളിലോട്ട് കയറുന്നില്ല ഞാൻ. പിന്നെ വളരെ അപ്പം പിന്നെ ഞാൻ ഈ ഒരു അമ്മ പറഞ്ഞൊരു വാക്ക്, അതായത് ഈശോ എല്ലാം ക്രമീകരിക്കും, ഇത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. ഈശോ എല്ലാം ശരിയാക്കും, അമ്മയും ഈശോയും എന്നെ സഹായിക്കും. അതുപോലെ തന്നെ വൈഫ് എന്നെ സപ്പോർട്ട് ചെയ്തു. അവളും നല്ല പ്രാർത്ഥനയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ എക്സാം എഴുതി. പിന്നെ ഇത് തന്നെയാണ്. അങ്ങനെ ഞാൻ 9 തവണ എക്സാം എഴുതി. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ വന്ന ഉടമ്പടി പുതുക്കി എല്ലാം ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നു, പ്രേക്ഷിത പ്രവർത്തനം എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സാം പാസ്സാകുന്നില്ല. ആ സമയത്തെല്ലാം എൻ്റെ പ്രാർത്ഥന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അവസാനം ഞാൻ ഇവിടെ അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ തലയ്ക്ക് കൈവച്ച് കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം പൂശി എനിക്ക് കാശുരൂപം തന്നു. എല്ലാ പരീക്ഷയിലും ഞാൻ കാശുരൂപം കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ആ ലാസ്റ്റ് സമയത്ത് അച്ഛൻ പ്രാർത്ഥന കഴിഞ്ഞ് പിരിഞ്ഞു പോകാൻ നേരം ഞാൻ ഒന്നും കൂടെ അച്ഛനോട് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു, ഒന്ന് വരാമോ എന്നുള്ള രീതിയിൽ കാണിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ അച്ഛൻ മടുത്ത് അവിടെ ഇരിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ മടുത്ത് കസേര ഇരിക്കുമായിരുന്നു.
അദ്ദേഹം എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും ഒരു അഭിഷേകമായിരുന്നു. അതായത് ഈശോ ഇങ്ങനെ ഒരു വചനം എൻ്റെ ഉള്ളിലോട്ട് വരുവാണ്. ഈശോയ്ക്ക് അവരോട് അലിവ് തോന്നി, ആ ഒരു വചനം ഇങ്ങനെ വരുവാണ്. അതുപോലെ തന്നെയായിരുന്നു ജോസഫ് അച്ഛൻ എൻ്റെ അടുത്തോട്ട് നടന്നിട്ട് എൻ്റെ കവളി തട്ടിയിട്ട് പറഞ്ഞു, അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു. ഞാൻ മെയ് 5 വന്ന് പുതുക്കിയത്. 2025 മെയ് 9 എക്സാം എഴുതി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എക്സാം എഴുതിയത്. എന്നെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എക്സാം എഴുതി. എനിക്ക് നല്ല സ്കോർ തന്ന് ദൈവം അനുഗ്രഹിച്ചു. എനിക്ക് ഇപ്പോൾ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എല്ലാം രജിസ്ട്രേഷനായി, ലൈസൻസായി. അപ്പോൾ ഞങ്ങൾ ഈ 9 പോകാനിരിക്കുകയാണ്. ഈ 9-ാം തീയതി ഞങ്ങൾ ന്യൂസിലാൻഡിലോട്ട് പോകാനിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ വൈഫിന് കൊടുക്കാം. ഞങ്ങൾ 2023 ഡിസംബറിൽ കുവൈറ്റിൽ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. അവിടുന്ന് റിസൈൻ ചെയ്ത് ന്യൂസിലാൻഡിന് പോകാൻ വേണ്ടിയിട്ട് നാട്ടിൽ വന്നു. എല്ലാം പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ പോകാമെന്നുള്ള രീതിയിൽ എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ വിസയ്ക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഏജൻസിയിൽ നിന്ന് വിളിക്കുകയാണ്, നിങ്ങൾക്ക് വിസയ്ക്ക് ഇടാൻ പറ്റത്തില്ല, OETയുടെ റിസൾട്ടിൽ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റായിട്ടാണ് കാണിക്കണേ, പാസ്പോർട്ടിൽ നിന്ന് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ OETയുടെ റിസൾട്ട് വെച്ച് പോകാൻ പറ്റില്ല, നിങ്ങൾ ഒന്നുകൂടെ OET എഴുതുക, അല്ലെങ്കിൽ IELTS എഴുതുക, അങ്ങനെ പറയാം. ഭയങ്കര എളുപ്പമാണ് പറയാനായിട്ട്, പക്ഷെ നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എനിക്ക് ഏതായാലും അത് പറ്റില്ല എന്നായി. അപ്പം ഞാനൊരു വൈകുന്നേരം ഇത് അറിയണത്. ഞാൻ പെട്ടെന്ന് തന്നെ തീരുമാനം എടുത്തു. പിറ്റേന്ന് രാവിലെ കൃപാസനത്തിൽ പോവാം, അതായിരുന്നു എൻ്റെ തീരുമാനം. അങ്ങനെ ഞാനിവിടെ രാവിലെ വന്ന് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചു. അതിന് ശേഷം ഞാൻ അച്ഛനെ കാണാനുള്ള ടോക്കൺ എടുത്തു, ഉടമ്പടി പുതുക്കി. അത് കഴിഞ്ഞിട്ട് അച്ഛനെ കാണാനായിട്ട് ഇവിടെ വന്നു. അച്ഛൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഏജൻസീനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വിസയ്ക്ക് ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, വിസയ്ക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം നമുക്ക് റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര പാടാവുണ്ട്, നിങ്ങൾ എക്സാം എഴുതുക തന്നെയാണ് ഇതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, റിജക്ഷൻ വന്നോട്ടെ, കുഴപ്പമില്ല, അത് ഞാൻ ഫേസ് ചെയ്തോളാം, പക്ഷേ എനിക്ക് എന്താണേലും വിസയ്ക്ക് ഇട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എൻ്റെ നിർബന്ധപ്രകാരം വിസയ്ക്ക് ഇട്ടു. പക്ഷേ എൻ്റെ വിശ്വാസം, എനിക്കറിയാമായിരുന്നു മാതാവ് എന്നെ സഹായിക്കുമെന്ന്. അങ്ങനെ വിസയ്ക്ക് ഇട്ടപ്പോൾ അവർ പറഞ്ഞു 21 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഇതിന് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ സമയത്തും ഞാനിങ്ങനെ നന്മ അറിഞ്ഞ മറിയമേ ചൊല്ലിക്കൊണ്ട് നടക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ അടുത്ത് മമ്മി ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പുറകോർത്തോണ്ട് നടക്കുന്നത്? അപ്പം നമ്മുടെ വിഷമം പേരൻസിന് അവർക്കും കൂടെ വിഷമമായതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്നും അവരോട് പറയാൻ പറ്റത്തില്ല. കാരണം നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, ഞാനെല്ലാം റിസൈൻ ചെയ്ത്, ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങൾ നാട്ടിൽ വന്ന് നിൽക്കുക, ഇപ്പം ന്യൂസിലാൻഡിന് പോകുന്നതാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഞാനിങ്ങനെ മൊബൈലിലൊക്കെ മെസ്സേജൊക്കെ വരുമ്പോഴത്തേനും പെട്ടെന്നങ്ങ് തുറന്നു നോക്കണ ഒരു ആളല്ല. പക്ഷേ ഞാൻ ഇങ്ങനെ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഡിഷ് വാഷ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു മെസ്സേജിൻ്റെ ടോൺ കേൾക്കുക. പെട്ടെന്ന് ഞാൻ എനിക്കത് തുറന്നു നോക്കാനായിട്ടൊരു പ്രേരണ ഉണ്ടായി. തുറന്നു നോക്കിയപ്പം അതെൻ്റെ വിസ വന്നതിൻ്റെ ഇമെയിലായിരുന്നു. 21 ദിവസമാണ് ഏജൻസി പറഞ്ഞിരുന്നത്, പക്ഷേ 3 ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ വന്നു. യാതൊരു തടസ്സമോ യാതൊരു ക്വയറീസോ ഒന്നും അതിനകത്തുണ്ടായില്ല. പക്ഷേ ഞാൻ OETയുടെ അവിടുന്ന് ഒരു മെയിൽ വാങ്ങിച്ചായിരുന്നു. ഇത് ഒരാൾ തന്നെയാണ്, അത് ഡേറ്റ് ഓഫ് ബർത്തിൽ ഒരു ചേഞ്ച് ഉണ്ട്, പക്ഷേ ഇത് അവർ ഡിക്ലെയർ ചെയ്ത് തന്നിരുന്നു. പക്ഷേ മാതാവിൻ്റെ ഒത്തിരി ഇടപെടൽ അതിനകത്തുണ്ടായെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതോടൊപ്പം അങ്ങനെ ഞാൻ കഴിഞ്ഞ ജൂൺ 30-ാം തീയതി 2024 ജൂൺ 30-ന് ഞാൻ ന്യൂസിലാൻഡിലോട്ട് പോയി. ജൂലൈ 31 എൻ്റെ ക്യാപ്പ് കഴിഞ്ഞു. ഓഗസ്റ്റ് 20 ഒക്കെ ആയപ്പോഴത്തേനും എനിക്ക് എൻ്റെ ലൈസൻസ് കിട്ടി. ആ സമയത്ത് ഒരാൾക്ക് പോലും അവിടെ ജോലി കിട്ടുന്നില്ല, എല്ലാവരും തിരിച്ചു പോരുക. 6 മാസം നിന്നിട്ട് തിരിച്ചു പോയിരുന്നു, 3 മാസം നിന്നിട്ട് തിരിച്ചു പോയിരുന്നു, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് തിരിച്ചു പോയ ജോലി ഒന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ അനിയനുണ്ട് അവിടെ അവരുടെ കൂടെ നിൽക്കുക. അപ്പം ഞാനിങ്ങനെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ഒരു ഇൻ്റർവ്യൂ കിട്ടി. ആ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പേ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ ബാച്ചിൽ എല്ലാവരും തിരിച്ച് നാട്ടിൽ പോയി.
ആ സമയത്ത് ഈശോയും മാതാവും എനിക്കൊരു ജോലി നൽകി അനുഗ്രഹിച്ചു. ഞാൻ ജൂൺ ലാസ്റ്റാണ് പോയത്. ഒക്ടോബർ 17-ാം തീയതി ഞാൻ നല്ലൊരു ഫെസിലിറ്റിയിൽ ഇപ്പോൾ രജിസ്റ്റേർഡ് നഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. ഈ 9-ാം തീയതി ഞാൻ കുട്ടികളെയും ഹസ്ബൻഡിനെയും കൊണ്ടുപോകാൻ വേണ്ടി വന്ന് ഞങ്ങൾ തിരിച്ചു പോവുക. അമ്മയും തിരുക്കുമാരനും ഞങ്ങൾക്ക് ചൊരിഞ്ഞു തന്ന ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇവിടുന്ന് പത്രം വാങ്ങിയും ഓരോ വീടുകളിലും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡ്, ഓട്ടോറിക്ഷ സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ കുവൈറ്റിലായിരുന്നപ്പോൾ അവിടെ ചിലർ പത്രം വാങ്ങിച്ചിട്ട് വീടുകളിൽ ഫ്ലാറ്റുകളിൽ തന്നെ വെക്കുന്നുണ്ടായിരുന്നു കൊടുക്കാതെ. അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ച് ഓരോ ഫ്ലാറ്റിലും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈശോയെ ഏകരക്ഷകനായിട്ട് പറയാനായിട്ട് എനിക്കൊരു മടിയില്ലായിരുന്നു. അവിടെ ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ കുവൈറ്റീസ് വന്ന് നമ്മളോട് ഇങ്ങനെ അവരുടെ ദൈവത്തെക്കുറിച്ച് പറയുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ നിൽക്കുമായിരുന്നു. ഞാൻ പറയുമായിരുന്നു ജീസസ് ഈസ് ദ ഓൺലി സേവിയർ എന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പം എനിക്കത് പറയാനുള്ള ധൈര്യം ഉണ്ടായപ്പോൾ. അപ്പോൾ അതല്ല, ഈ ഉടമ്പടി എടുത്ത ശേഷമാണ് എനിക്ക് ഇതെല്ലാം സാധിച്ചത്. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരം. പിന്നെ ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഞാൻ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുമ്പം ഈ അവർ ചിലപ്പോൾ എന്നോട് കാണാം, നമുക്ക് ഉടമ്പടി എടുത്തവരുണ്ടാവാം, ഇപ്പോൾ മാതാവിനെ അറിയത്തില്ലാത്തവരുണ്ടാവാം. അപ്പോൾ അവരോടെല്ലാം ഞാൻ പറയും. അപ്പം ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഒക്കെ ഞാൻ അവർക്ക് കൊണ്ടു കൊടുക്കുകയും അത് ഉപയോഗിക്കുകയും അങ്ങനെ അസാധ്യമെന്ന് കരുതുന്ന എന്ന് വെച്ചാൽ ഒരിക്കലും ശരിയാകാത്ത ചില കേസുകൾ വരെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച വഴി നല്ല റിക്കവറി പേഷ്യൻസിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യും. എനിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അപ്പോൾ അതിലൂടെ മാതാവിനെയും ഈശോയും ഒക്കെ ബൈബിൾ വചനങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് ആദ്യ നാളുകളിൽ ഉടമ്പടിയെക്കുറിച്ച് 2018 ഉടമ്പടി എടുത്തതാണ് ഞാൻ. അപ്പോൾ അന്ന് ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലാതെ ഒരുപാട് പേര്, അപ്പോൾ അന്ന് ഞാൻ ഉടമ്പടി എടുത്ത് കൊണ്ട് എന്നെ അറിയാവുന്നവർ ഒത്തിരി പേര് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരുപാട് പേര് എന്നോട് വിളിച്ചു ചോദിക്കുമായിരുന്നു. അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കാനായിട്ട് അപ്പോൾ സാധിച്ചു. ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് മരീന. ഞാൻ കീച്ചേരി തിരുക്കുടുംബ ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഞാൻ എറണാകുളം ജില്ലയാണ്. ഞാനൊരു നേഴ്സാണ്. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2020 എൻ്റെ BSc നഴ്സിംഗ് പരീക്ഷയെ തുടർന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ഇയറിലെ പരീക്ഷ എനിക്ക് ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ സാധിച്ചു. തുടർന്നുള്ള 4 വർഷവും നല്ല മാർക്കോടുകൂടി തന്നെ ഞാൻ വിജയിച്ചു. 3rd ഇയർ പഠിക്കുമ്പോൾ എനിക്ക് പർപ്യൂറ എന്ന് പറഞ്ഞൊരു സ്കിൻ ഡിസോർഡർ ഉണ്ടാവുകയുണ്ടായി. അതിനെ തുടർന്ന് എനിക്ക് 3rd ഇയറിൻ്റെ പരീക്ഷ തന്നെ എഴുതാൻ സാധിക്കുമോ എന്നൊരു സംശയത്തിലായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ പക്കലുള്ള ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൃത്യമായിട്ട് ശരീരത്തിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അതിൽ നിന്നും രോഗസൗഖ്യം ലഭിച്ചു. പിന്നീട് ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു അസുഖം വന്നിട്ടില്ല. ഞാനൊരു നഴ്സായതുകൊണ്ട് തന്നെ പുറത്തോട്ട് പോകാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ വഴി ഞാൻ നോർക്കയുടെ ട്രിപ്പിൾ വിൻ പ്രോഗ്രാം നഴ്സസിനെ ഫ്രീ ആയിട്ട് ജർമ്മനിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്, അതിനെക്കുറിച്ച് അറിഞ്ഞത്. അതിൻ്റെ ഫലമായിട്ട് ഞാൻ മാതാവിനെ കാശുരൂപം കയ്യിലേന്തിക്കൊണ്ട് തന്നെ ഇൻ്റർവ്യൂകളിൽ, ഓരോ ഘട്ടങ്ങളിലുള്ള ഇൻ്റർവ്യൂകളിലും, ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂകളിലും പിന്നീട് ജർമ്മൻ പരീക്ഷകളിലൊക്കെ പങ്കെടുത്തു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇന്ന് ജർമ്മനിയിലോട്ട് പോകാനുള്ള എല്ലാ പേപ്പറും റെഡി ആയിട്ടിരിക്കുകയാണ്. ഇൻ്റർവ്യൂ കിട്ടിയെങ്കിലും എൻ്റെ ഇൻ്റർവ്യൂക്ക് മുമ്പൊക്കെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം ജർമ്മനിയിലെത്തി. പക്ഷേ എനിക്ക് അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് മാത്രം വരുന്നില്ല. കുറച്ച് കാലതാമസമായിരുന്നു. ജർമ്മനിയിലെ ഏറ്റവും ഒരു മികച്ച ഹോസ്പിറ്റലായ ചാരിറ്റി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലാണ് എനിക്ക് ഇൻ്റർവ്യൂ ലഭിച്ചത്. പക്ഷേ ഈ കാലതാമസം വരുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആൾക്കാരുടെ ചോദ്യങ്ങളും എല്ലാം എനിക്ക് ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ മനസ്സിലൊരു കഴിഞ്ഞ അഖണ്ഡ ജപമാല റാലിക്ക് ഞാൻ ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ഈ അഖണ്ഡ ജപമാല റാലിക്ക് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്കൊരു ഡേറ്റ് കയ്യിൽ എഴുതി മാതാവിൻ്റെ അടുത്ത് പറയാൻ സാധിക്കണം. ആ ജപമാലയിൽ ഉടനീളം എനിക്ക് ആ ഡേറ്റ് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കണം. പക്ഷേ ഞാൻ ആ ഡേറ്റ് എടുക്കാൻ വിട്ടുപോയി.
അപ്രതീക്ഷിതമായിട്ട്. പക്ഷേ എനിക്ക് അർത്തിങ്കൽ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ മാതാവിൻ്റെ രൂപമേന്തിയ വാഹനങ്ങളുണ്ടായിരുന്നു. ആ മാതാവിൻ്റെ കാൽക്കൽ വീണ് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ അവസരം ലഭിച്ചപ്പോൾ ഞാൻ ഈ കാര്യം ഓർത്തു. മാതാവെ, ഞാൻ പറയുവാണ്, എനിക്കറിയില്ല നടക്കുമോയെന്ന്. എൻ്റെ ബർത്ത്ഡേ നവംബർ 7-നാണ്. അന്നെങ്കിലും എനിക്ക് പോകാൻ സാധിക്കണം. പക്ഷെ ഞാൻ വിചാരിച്ചു നവംബർ 7 ഉടനെ അടുത്താണ്, പക്ഷെ നവംബർ 25 വെച്ചാലോ. അങ്ങനെ നവംബർ 25 ഞാൻ മാതാവിനോട് പറഞ്ഞു 25-നുള്ളിൽ എനിക്ക് പോകാൻ സാധിക്കണം. അങ്ങനെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 26-ാം തീയതിയാണ് അഖണ്ഡ ജപമാല റാലി നടക്കുന്നത്. എനിക്ക് 31-ാം തീയതി തന്നെ ഡിപ്പാർച്ചർ നോട്ടിഫിക്കേഷൻ വന്നു. 10 ദിവസത്തിനുള്ളിൽ തന്നെ ജർമ്മനിയിലേക്ക് എനിക്ക് പോകാൻ സാധിക്കുമെന്ന്. ഞാൻ ജർമ്മനിയിലോട്ട് പോകുന്നത് നവംബർ 10-ാം തീയതിയാണ്. 10-ാം തീയതി രാവിലെ തന്നെയാണ്. മാതാവ് എനിക്ക് തന്നിട്ടുള്ള നിരവധിയായ നന്മകൾക്ക് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഈ കാലതാമസം ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. സമയത്തിൻ്റെ മേൽ അധികാരമുള്ള മാതാവ് എനിക്കതെല്ലാം സമയ ചുരുക്കത്തിൽ നടത്തി തന്നു. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചാണ്. നഴ്സിംഗ് പഠിച്ച മുതലും പിന്നീട് ജോലി ചെയ്തപ്പോഴും എനിക്ക് കൂടെയുള്ളവരെയൊക്കെ ഉടമ്പടിയിലേക്ക് അടുപ്പിക്കുവാനും ഉടമ്പടി വഴി മാതാവിൽ നിന്നും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നേടിക്കൊടുക്കുവാനും ഒക്കെ സാധിച്ചു. പിന്നീട് എൻ്റെ കൂടെയുള്ളവർക്ക് തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒത്തിരി പേരെ കണ്ടെത്തി അവരെ ആരും അറിയാതെ സഹായിക്കാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ പപ്പയ്ക്ക് ലഭിച്ച സാക്ഷ്യം പപ്പ തന്നെ പറയുന്നതാണ്. ഞാൻ മരീനയുടെ പപ്പയാണ്. ഞാൻ ഏതാണ്ട് 40 വർഷമായിട്ട് ഓട്ടോമൊബൈൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. ഈ ഓട്ടോമൊബൈൽ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ബോഡി സെക്ഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആ ബോഡി സെക്ഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഷീറ്റുകളൊക്കെ കട്ട് ചെയ്ത് അതുപോലെ വെൽഡ് ചെയ്ത് അത് യോജിപ്പിക്കണം. വെൽഡിങ്ങിന് ഏറ്റവും തിക്നെസ് കുറഞ്ഞ തകിടാണ് ഉപയോഗിക്കുന്നത്. അതിന് ഗ്യാസ് വെൽഡിംഗ് ആണ്. ഈ ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നത് പോയിസണുള്ള കാർബൈഡാണ്. ഈ കാർബൈഡ് ഈ 40 വർഷവും നമ്മളിട്ട് ഈ ജനറേറ്ററിലിട്ട് ചാർജ് ചെയ്ത് അത് ഉപയോഗിച്ച് എനിക്ക് ശ്വാസം മുട്ടൽ വന്നു. ഒരു 10 വർഷമായിട്ട് എനിക്ക് ശ്വാസം മുട്ടലാണ്. ഈ ശ്വാസം മുട്ടലിന് ഞാൻ ഒത്തിരി ഡോക്ടർമാരെ കണ്ട്, മെഡിക്കൽ കോളേജ്, മറ്റുള്ള നല്ല നല്ല ഹോസ്പിറ്റലുകൾ. അപ്പോൾ അവരൊക്കെ എന്നോട് അന്ന് പറഞ്ഞത് ഈ ജോലി ഉപേക്ഷിക്കണം, എന്നിട്ട് വേറെ എന്തെങ്കിലും ജോലി കണ്ടെത്തണമെന്ന്. എനിക്കൊരിക്കലും ഞാനിത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഏതാണ്ട് 40 വർഷത്തോളം ഈ ഓട്ടോമൊബൈലിൽ നിന്ന് ജോലി ചെയ്ത് വരുന്നതുകൊണ്ട് എനിക്ക് ആ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറില്ല. ഞാൻ ഈ 2024 ജപമാല അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവി എൻ്റെ ഈ ശ്വാസം മുട്ടൽ മാറ്റി തരണമേ. ശ്വാസം മുട്ടൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഇതാണ്. ഞാൻ ആ ജപമാല റാലിക്ക് ശേഷം ഇന്ന് വരെ എനിക്ക് ശ്വാസം മുട്ടലുണ്ടായി. ഏതാണ്ട് 2 വർഷക്കാലമായി. അതുപോലെ മാതാവിൻ്റെ തൈലവും ഉപ്പ്, തേന് ഇതെല്ലാം ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാൽ ഞാൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പിന്നെ എൻ്റെ ശരീരത്തിലൊട്ടൊരു അലർജി രോഗങ്ങളുണ്ട്. അതെല്ലാം ഈ മാതാവിൻ്റെ ഉപ്പ്, തേന്, തൈലം ഇതെല്ലാം ഉപയോഗിക്കുന്നു. ഞാനൊരു 20 വർഷമായിട്ട് വിൻസെൻ്റ് ഡി പോൾ സംഘടനയിൽ പ്രവർത്തിക്കുന്നതാണ്. വിൻസെൻ്റ് ഡി പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ചാരിറ്റി സംഘടനയാണ്. അതിലൂടെ രാവിലെ ഇറങ്ങിയാൽ കുർബാനയൊക്കെ കഴിഞ്ഞു, പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇടവകയിലെ ദരിദ്രരായ വീടുകൾ, അതുപോലെ നമുക്ക് സഹായം നൽകുന്നവർ, തിരിച്ച് നമുക്ക് സഹായിക്കേണ്ടവരെ, ഇവരെല്ലാം കണ്ടെത്തി അവർക്ക് വേണ്ട അർഹതമായ കാര്യങ്ങളൊക്കെ അവർക്ക് എത്തിച്ചു കൊടുത്ത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചാരിറ്റിയിൽ ഒട്ടേറെ നന്മകൾ ചെയ്തു പോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ കൃപയാണ്. അതുപോലെ എനിക്കും എൻ്റെ ഈ കുടുംബത്തിനുമൊക്കെ ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഒട്ടനവധി ചെറുതും വലുതുമായ ഒട്ടേറെ ദൈവികമായ നന്മകളുണ്ടായിട്ടുണ്ട്. അതിനെല്ലാം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അതോടൊപ്പം ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ ഒട്ടൻ നന്മകളും കൃപാവരങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.